അയ്യപ്പ ഭക്തർക്കായി കുമളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ആരംഭം കുറിച്ചു. കുമളി ടൗണിലുള്ള വനംവകുപ്പിന്റെ കെട്ടിടം ക്യാമ്പിന് വിട്ടു നൽകാത്തത് വിവാദമായിരുന്നു. കുമളി പഞ്ചായത്തും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല തീർത്ഥാടകർക്കായി കുമളിയിൽ ആരംഭിക്കാനിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന് വനംവകുപ്പ് തടസ്സമായി നിൽക്കുകയായിരുന്നു. കുമളി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ഫോറസ്റ്റ് കെട്ടിടത്തിൽ മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുമ്പ് അവഗണിച്ചിരുന്നു. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസും പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി സാജു IFSുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. പ്രശ്നപരിഹാരമായതോടെ കുമളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പിന് ആരംഭം കുറിച്ചു. ഭക്തർക്കായി ആയുർവേദ, സിദ്ധ, ഹോമിയോ, അലോപ്പതി എന്നീ സേവനങ്ങൾ സൗജന്യമായി നൽകും. ഇന്നലെ നിരന്തരമായ ഒരു 2-3 മണിക്കൂർ ഉള്ള ചർച്ചയിലൂടെ ഡെപ്യൂട്ടി ഡയറക്ടർ പെരിയാർ ഈസ്റ്റിനും ആയി നടത്തിയ ആ ചർച്ചയുടെ അവസാനമാണ് ഈ കെട്ടിടം വിട്ടുകിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് ഇനിയും കുറെ ദിവസങ്ങൾ കൂടി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ക്യാമ്പ് ആരംഭിക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. ഇവിടെ നമുക്കറിയാം, കുമളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ വനാതിർത്തിയാൽ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്താണ്. നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. ആവശ്യമുള്ള സൗകര്യങ്ങളും ആവശ്യമുള്ള മറ്റു നടപടികളും ഉണ്ടാവണമെങ്കിൽ വനം വകുപ്പുമായി സൗഹൃദമായിട്ടുള്ള ഒരു സംഭാഷണവും ഒക്കെ അതിന് അനിവാര്യമാണ്. അവരുമായി നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ ഡോക്ടർമാരായ വർഗീസ് ടി ഐസക്, അനീഷ എസ് ഡേവിഡ്, റോസ്മേരി, അഞ്ജു കൃഷ്ണ, നീതു പ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, കുമളി കുടുംബാരോഗ്യ കേന്ദ്രം ജയിച്ച് മാടസ്വാമി എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.